ദുബായിൽ ജോലി ചെയ്യുന്ന അനിമോളെ ആൺ സുഹൃത്ത് ദുബായിൽ വെച്ച് കുത്തിക്കൊന്നു. കഴിഞ്ഞ 4-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. നെടുമങ്ങാട് ബോണക്കാട് സ്വദേശിനിയാണ് അനിമോൾ ഗിൽഡ എന്ന പെൺകുട്ടി. അമ്മ ഗിൽഡ ഇപ്പം കൊട്ടാരക്കരയിലാണ് അവരുടെ താമസം. അവർ ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. അവരൊറ്റയ്ക്ക് അവിടെ താമസമാണ്. അമ്മ ഗിൽഡയുടെ ചിലവെല്ലാം നടത്തുന്നത് ഈ പെൺകുട്ടി തന്നെയാണ്. ഈ പെൺകുട്ടി അവിടെ ദുബായിലെ അവിടെ ഒരു ഫൈനാൻഷ്യൽ കമ്പനിയിലെ ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിലെ ജീവനക്കാരിയാണ്. നല്ല മിടുക്കിയായ ഒരു വർക്കറാണ്. അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് കൊട്ടാരക്കരയിൽ അവർ അമ്മയോടൊപ്പം താമസിക്കുന്ന സമയത്ത് അവരുടെ ജോലിയിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ദുബായിൽ ഈ ജോലി ലഭിച്ചത്. എന്നാൽ ദുബായിലെ ഈ ജോലിക്ക് കൊണ്ടുപോയി ഇവരൊരു സുഹൃത്തായ അബിൻലാലാണ്. അബിൻലാലിൻ്റെ അച്ഛൻ്റെ പേര് മോഹൻലാലാണ്. ഇയാളുടെ ശ്രമഫലമാണ് ഈ പെൺകുട്ടിയെ ഇയാൾ ദുബായിൽ കൊണ്ടുപോയി ജോലി വാങ്ങിച്ചു കൊടുത്തത്. അബുദാബിയിലാണ് ഈ അബിൻലാലിൻ്റെ ജോലി. അയാൾ ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി ജോലി വാങ്ങിച്ചു കൊടുക്കുമ്പം വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ട് അയാളുടെ മനസ്സിൽ. അത് നേരത്തെ പങ്കുവെച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇവിടെ അവിടെ കൊണ്ടുപോയി അയാളുടെ ചിലവിൽ അവിടെ കൊണ്ടുപോയി ജോലി വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ദുബായിൽ ജോലി ചെയ്യുന്നതിനൊപ്പം അതിനടുത്ത് തന്നെ കരാമയിൽ ഈ പെൺകുട്ടി ഒരു മുറി വാടകയ്ക്കെടുത്ത് ഇവരുടെ ഒപ്പം പല മലയാളികളും ഒന്നിച്ച് ജോലി ചെയ്യുകയാണ്. കരാമയിലെ മത്സ്യ മാർക്കറ്റിൻ്റെ പിൻവശത്തുള്ള ഫ്ലാറ്റിലാണ് ഈ പെൺകുട്ടിയും മറ്റു സുഹൃത്തുക്കളും താമസിക്കുന്നത്. ഈ സുഹൃത്തായ ആൺ സുഹൃത്ത് അബിൻലാൽ എല്ലാ ഞായറാഴ്ചയും ജോലി കഴിഞ്ഞ് ഞായറാഴ്ച ദിവസം അവധിയിൽ അയാൾ ഈ കരാമയിലുള്ള പെൺകുട്ടിയുടെ വസതിയിലിട്ടു. അവരൊന്ന് സംസാരിക്കും. കാരണം അവിടെ ഒന്ന് കണ്ടിട്ട് ഇയാൾ വൈകിട്ട് മടങ്ങി ജോലി സ്ഥലത്ത് അബുദാബിയിലേക്ക് പോകും. ഇത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ തന്നെയാണ്. അതേസമയത്ത് അബിൻലാലിന് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് മോഹിച്ചായിരിക്കാം ചിലപ്പോൾ അയാൾ വിദേശത്ത് ജോലി വാങ്ങിച്ചു കൊടുത്തതും എല്ലാ ഞായറാഴ്ചയും പെൺകുട്ടിയെ കാണാൻ അവിടെ ചെല്ലുന്നതും. അത് ഈ പെൺകുട്ടിയുടെ അനിമോളുടെ കൂടെ താമസിക്കുന്ന അവിടെ മറ്റു മുറികളൊക്കെ താമസിക്കുന്ന മലയാളികളായ പെൺകുട്ടികൾക്കെല്ലാം അറിയാം ഇയാളുമായിട്ടുള്ള ബന്ധം. ഇയാൾ എല്ലാ ഞായറാഴ്ച അവിടെ വരും, ഇവരോടൊപ്പം സഹകരിക്കും. ആ പതിവാണ് കുറേ നാളുകളായിട്ട് മറ്റു പെൺകുട്ടികൾ കാണുന്നത്. ഈ മാസം 4-ാം തീയതി ഇയാൾ പതിവ് പോലെ വന്നിട്ട് അവരോടൊപ്പം ഇരുന്നൊക്കെ ചായ കുടിച്ചു. അതിനുശേഷം അവർ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ ടെറസിൽ അവിടെ അബിൻലാലും ഈ പെൺകുട്ടിയിലോട്ടും പോയി. അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കമായി, വഴക്കുണ്ടായി. അതോടുകൂടി പെൺകുട്ടി അവിടുന്ന് ഇറങ്ങി താഴെ വന്നു, ഇയാളും കൂടെ വന്നു. അങ്ങനെ മോളിൽ നിന്ന് വഴക്കുണ്ടാക്കി രണ്ടുപേരും താഴോട്ട് ഓടി. പെൺകുട്ടിയുടെ മുറിയിലോട്ട് പോയി, ഇയാളും കൂടെ പോയി മുറിയുടെ വാതിലടച്ചു. കുറച്ച് കഴിഞ്ഞപ്പം മറ്റുള്ള പെൺകുട്ടികൾക്ക് ആ മുറിയിൽ നിന്നുള്ള നിലവിളിയാണ് കേൾക്കുന്നത്. അവർ പെട്ടെന്ന് ഓടി വാതിലിൻ്റെ അടുത്ത് എത്തപ്പം ഇയാൾ വാതിൽ തുറന്ന് അവിടുന്ന് ചാടി ഇറങ്ങി ഓടുന്നതാണ് കണ്ടത്. അവർ നോക്കിയപ്പം രക്തത്തിൽ വാർന്നു കിടക്കുന്ന ആ പെൺകുട്ടി അനിമോളിനെയാണ് കാണുന്നത്. ശരീരത്തിൽ പല ഭാഗത്തും കുത്തേറ്റിട്ടുണ്ട്. അത് കുത്തിക്കൊല്ലുകയായിരുന്നു. പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും കുട്ടി മരണമടഞ്ഞു. ഇത് ഇയാൾ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ കൊന്നത്? കാരണം ഇയാൾ മോഹിച്ച് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനും ഉദ്ദേശത്തോട് തന്നെ ആയിരിക്കണം കൊട്ടാരക്കരയിൽ നിന്ന് അവിടുന്ന് ജോലിക്ക് കൊണ്ടുപോയതും. പക്ഷേ ജോലി വാങ്ങിച്ചു കൊടുക്കാനും അങ്ങ് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നീട് ഈ മോഹത്തോടു കൂടി ആയിരിക്കാം കൊണ്ടുപോയത്. പിന്നീട് അവിടെ ചെന്ന ശേഷം ഇയാൾ അബുദാബിയിൽ നിന്ന് നിത്യവും ദുബായിൽ വരും, ഈ പെൺകുട്ടിയുടെ സ്ഥലത്ത് വരും, അവൾ താമസിക്കുന്നിടത്തെത്തും. അവിടെ വൈകിട്ട് വരെ ഇയാൾ കഴിഞ്ഞുകൂടും. അതിനുശേഷം മടങ്ങും. പക്ഷേ തർക്കം ഉണ്ടായി മുകളിൽ വെച്ച് വിവാഹത്തെപ്പറ്റി തന്നെയായിരിക്കണം. കാരണം വിവാഹത്തിന് അമ്മ സമ്മതിക്കുന്നില്ല. അമ്മ ഗിൽഡ ഈ പെൺകുട്ടിയെ കുറച്ചുകൂടെ നല്ല ഒരാളെ നല്ല കുടുംബത്തിൽ കല്യാണം കഴിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഈ പയ്യനാണ് ഇവളെ സഹായിച്ച് കൊണ്ടുപോയെന്നുള്ള വിവരം അമ്മയ്ക്ക് അറിയാവില്ലോ എന്നും അറിയില്ല. എങ്കിലും അമ്മ വിവാഹത്തിനെതിരെ
ഇവർക്ക് നല്ല ജോലിയുണ്ട്, ഇവർക്ക് നല്ലൊരു പൊസിഷനുള്ള ഒരു പയ്യനെ കിട്ടും, അങ്ങനെ സാമ്പത്തികമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും അമ്മ. അതുകൊണ്ടാണ് അമ്മ ആ വിവാഹത്തിന് എതിര് നിന്നത്. അതിനോട് അമ്മയ്ക്ക് യോജിപ്പില്ല. പെൺകുട്ടിയും ആ അമ്മയുടെ അഭിപ്രായത്തോട് ചേർന്നു. അയാൾ കൊണ്ടുപോയി ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തെങ്കിലും ആദ്യം മുതൽ ഈ പെൺകുട്ടിക്ക് ഇവനോട് സ്നേഹമുണ്ടോ നമുക്കറിയില്ല. അതുകൊണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അയാൾ സ്നേഹിച്ച് ഇവളെ കൊണ്ടുപോയപ്പം അവൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ ഒപ്പം ചേർന്നു. ജോലിയും കിട്ടി. അവിടെ ഫിനാൻഷ്യൽ കമ്പനിയിലെ ക്രെഡിറ്റ് കാർഡ് നോക്കുന്ന ജോലിയാണ്. നല്ല തിരക്കുള്ള ജോലിയാണ്. ആ കുട്ടിക്ക് അതിൽ നല്ല പ്രാവീണ്യം ഉണ്ട് എന്ന് കരുതേണ്ടി വരും. 1 വർഷമായി ഇവർ തമ്മിൽ അവിടെ വെച്ച് കാണുകയും കരാമയിൽ ഇയാൾ ചെല്ലുകയും ചെയ്യുന്നത്. അങ്ങനെ ജോലി കിട്ടിയ ശേഷം അന്ന് മുതൽ ഈ പെൺകുട്ടിയെ കാണാൻ ഇയാൾ വരികയും ചെയ്തു, സുഹൃത്ത് വരികയും ചെയ്തു എന്നുള്ളത് അത് അവിടെയുള്ള പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും അതിദാരുണമായ ഒരു കൊലപാതകമാണ് നടന്നത്. അവിടുത്തെ പോലീസ് ഇടപെട്ടു. ഇതൊരു പ്രീ പ്ലാൻഡ് കൊലപാതകം തന്നെ. കാരണം കത്തി കയ്യിലുണ്ടാവണമല്ലോ കുത്തിക്കൊല്ലാനായിട്ട്. ആ പെൺകുട്ടി വിധേയമാകുന്നില്ല. പലപ്പം ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ വന്ന് ഇവളുമായിട്ട് അവസാനമായ ഒരു അറ്റംപ്റ്റ് നടത്താം. വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ വിവാഹം കഴിക്കാം, ഇല്ലെങ്കിൽ അവളെ കൊല്ലണമെന്ന് കരുതിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഇയാൾ കത്തിയുമായിട്ട് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം ഇയാൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് പോകാനുള്ള ടിക്കറ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവളെ കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഇവിടുത്തെ കേസ് ഇങ്ങോട്ട് വരുത്താനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജാമ്യത്തിന് അപേക്ഷിക്കാനോ അങ്ങനെയൊക്കെ ഇയാൾ കണ്ടിട്ടുണ്ടാവണം. അതൊക്കെ ഇയാൾ ആലോചിച്ചിട്ടുണ്ടാകും. കാരണം കൊലപാതകം നടത്താൻ തീരുമാനിച്ചാണ് ഇയാൾ പെൺകുട്ടി താമസിച്ച് കരാമയിൽ എത്തുന്നത് തന്നെ. കാരണം ദുബായ് എയർപോർട്ടിൽ നിന്ന് ഇയാൾ എടുത്തിരിക്കുന്നു. കൊലപാതകം കഴിഞ്ഞ് ഇയാൾ ഓടി. അതിന് ശേഷം ഇയാൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണല്ലോ ഇപ്പം. ഇയാൾ അവിടെ വന്നപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവിടുത്തെ പോലീസ് നോക്കിക്കഴിഞ്ഞപ്പം ഇയാൾ കുറ്റം ചെയ്തിട്ട് വന്നിരിക്കുന്നു ഏതോ അങ്ങനെ വന്നപ്പം തടഞ്ഞു വെച്ചു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. അത് കൃത്യമായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ ലഭിച്ച വിവരങ്ങൾ. അതിൻ്റെ ടെക്നോളജിയെപ്പറ്റി കൂടുതലൊന്നും നമുക്കൊന്നും അറിയില്ലെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ പേഴ്സണലായിട്ട് നടക്കുന്ന അവരെ കൊല്ലാനെ പിടിക്കാൻ അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനെ പറ്റി ഡീറ്റെയിൽസ് കിട്ടി. അത് ലീഗലായിട്ട് തടയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ദുബായ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തു. ഇയാൾ കുറ്റം സമ്മതിച്ചു, കൊല്ലാൻ തന്നെ വന്നതെന്ന് സമ്മതിച്ചു. അയാളവിടെ ജയിലിലായി. ഇപ്പോഴേ അവിടുത്തെ ഇയാളുടെ സുഹൃത്തായ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അവിടെയാണ്. അവിടെ ബന്ധുക്കളാരുമില്ല. അതുകൊണ്ട് ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനത്തിന് അവിടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അവിടുത്തെ സാമൂഹിക പ്രവർത്തകനായ സലാം പാപ്പിനശ്ശേരി, അദ്ദേഹത്തിനെ നമുക്ക് പല സന്ദർഭത്തിലും അറിയാം. ദുബായിലും അബുദാബിയിലുള്ള മലയാളിയുടെ സഹായത്തിന് എപ്പോഴും എത്തുന്ന ഒരു വ്യക്തിയാണ് സലാം പാപ്പിനശ്ശേരി. അദ്ദേഹം ഇടപെട്ടു. അവിടെ ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞു. ഏതായാലും കുട്ടിയുടെ ഡെഡ് ബോഡി നാട്ടിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിന് അവിടുത്തെ സാമൂഹിക പ്രവർത്തകനായ സലാം പാപ്പിനശ്ശേരിയും സുഹൃത്തുക്കളുമൊക്കെ അത് പണപ്പിരിവൊക്കെ നടത്തി അതിൻ്റെ ചിലവൊക്കെ മീറ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടിയുടെ മൃതദേഹം നാട്ടിലെത്തും. ഈ കേസ് അവിടെ ഇനി നടക്കും. കാരണം അവിടുത്തെ ദുബായിൽ ഒരു അബുദാബിയിലൊക്കെ നമുക്കറിയാം, UAE-യിലുമൊക്കെ കൊലപാതകം നടന്നു എന്ന് കൃത്യമാണെങ്കിൽ പിന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്കാണ് അവിടെ പോകുന്നത്. ഏതായാലും ആ ഒരു സംഭവത്തോടു കൂടി ഇയാൾ അവിടെ ജയിലിലേക്ക് പോയി കഴിഞ്ഞ് ഇനി അവിടെ ജാമ്യത്തിൻ്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. കാരണം അവിടുത്തെ ശിക്ഷാവിധിക്ക് വിധേയമാകേണ്ടി വരും. കൊലപാതകം തന്നെയാണ് പല സ്ഥലങ്ങളിലും. ഇത് വളരെ ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകം. ആ പെൺകുട്ടിയെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ മുറിയിലെ വിളിച്ചു വരുത്തി വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പം കുത്തിക്കൊല്ലുന്ന ഒരു സ്വഭാവ വിശേഷം തന്നെയാണ് ഇയാൾക്കുള്ളത്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടുത്തെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൽ തന്നെ പോകും എന്നാണ് ഞാൻ കരുതുന്നത്.